ഹായ്. എന്താണ് എങ്ങനെയാണ് അനുശോചനം പറയുക അതൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കോട് കൂടിയിട്ടാണ് ഇത് നമ്മളൊരു വാർത്ത കേട്ടത്. അഹമ്മദാബാദിലെ വിമാനാപകടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അതുപോലെയാണ് ഓരോ ദിവസത്തെയും ന്യൂസുകൾ വരുന്നത്. അതും ഒരാൾ പോലും രക്ഷപ്പെടാതെ എല്ലാവരും മരണപ്പെട്ടു. കുഞ്ഞുമക്കളുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോരുത്തരും നമ്മുടെ സഹോദരനും സഹോദരിയും നമ്മുടെ കുടുംബം തന്നെയാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല. മരണപ്പെട്ടവരുടെ വീട്ടിലുള്ളവരൊക്കെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല. ദൈവത്തോട് അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. മരണപ്പെട്ടവരുടെ വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കാരണം അവർക്കിത് താങ്ങാനുള്ളൊരു ശക്തി കൊടുക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു മലയാളിയായിട്ടുള്ള രഞ്ജിത, പത്തനംതിട്ടക്കാരി, അവരുടെ വീട്ടിൽ അവരുടെ അമ്മയുടെയും കുഞ്ഞുമക്കളുടെയും ആ ഒരു വിഷമം കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുപോലെ ഓരോരുത്തരും ഓരോരോ ആഗ്രഹങ്ങളായിട്ട് ഈ ഒരു വിമാനം കയറിയ ആൾക്കാരാണ്, ഫ്ലൈറ്റ് കയറിയ ആൾക്കാരാണ്. അതെല്ലാം ഒരു 5 മിനിറ്റിനുള്ളിൽ എല്ലാം തീർന്നു. നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും മരിച്ചവരൊരിക്കലും തിരിച്ചു വരില്ല. അവരുടെ കുടുംബത്തിൻ്റെ സങ്കടങ്ങളിൽ കൂടെ ചേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.